പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് ഈ ഫലം കായ്ക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. അതാണ് അല്പസമയം കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹൗ ക്യാൻ വി ബെയർ ഫ്രൂട്ട്സ്? ഇവിടെ ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പറയുമ്പോൾ ബെയർ ഫ്രൂട്ട്സ് വർതി ഓഫ് റിപ്പൻറ്റൻസ്. പ്രൈസ് ദി ലോർഡ്. അവിടെ മാനസാന്തരത്തിലെ തക്കതായ ഫലം കായ്ക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ അല്പസമയത്തിനുള്ളിൽ ഞാൻ സംസാരിക്കുന്ന വിഷയങ്ങൾ, പ്രൈസ് ദി ലോർഡ്, ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു ഇൻ്റലക്ച്വൽ തോട്ട് എന്നുള്ളതല്ല, പിന്നെയോ നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഓരോരുത്തരോടും സംസാരിക്കുവാൻ, നമ്മളായിരിക്കുന്ന നിലകളിൽ ഏത് രീതിയിലാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടതെന്ന്, ഏത് രീതിയിലാണ് ഇന്ന് പകൽക്കാലം ഫലം കായ്ക്കേണ്ടതെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മളോട് സംസാരിച്ച് നമ്മൾ ഈ സെമിനാർ തീർന്നു പോകുമ്പോൾ നമ്മൾ ഫലം കായ്ക്കുന്നവരായിട്ട് പോകുവാൻ കർത്താവ് കൃപ നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. അതിനായിട്ട് എത്ര പേര് പ്രാർത്ഥിക്കും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ഗാഡ്. ഈ ഫലം കായ്ക്കുക എന്നുള്ള വിഷയം, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ഏറ്റവും അടുത്ത ഒരു വിഷയമാണ്. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യത്തെ അധ്യായം മുതൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഏറ്റവും അവസാനമായിരിക്കുന്ന അധ്യായം വരെ ഫലം കായ്ക്കുന്നതിനെ കുറിച്ച് പറയുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Human history starts with the story of fruitfulness, and fruitfulness begins with God Himself, who creates the world, and human beings with the capacity to fruitful. So ആ ഫലം കായ്ക്കുക എന്നുള്ള ആ വിഷയം ദൈവത്തിൻ്റെ കാര്യത്തിൽ തന്നെ ആസ്പദമായിരിക്കുന്ന വിഷയമാണ്. കാരണം മനുഷ്യനെ നിർമ്മിക്കുകയും അതുപോലെയുള്ള ജീവജാലങ്ങളെ നിർമ്മിച്ചിട്ട് അവരിൽ കൂടി ഒരു ഫലം കായ്ക്കാൻ ഉള്ള കപ്പാസിറ്റി ദൈവം കൊടുത്താണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, ദൈവമായ കർത്താവ് താൻ സൃഷ്ടിച്ച സകല ജാലങ്ങളോടും പറയുന്നത്, നിങ്ങൾ ബി ബ്ലസ്ഡ്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുക, തന്നെയല്ല നിങ്ങൾ പുഷ്ടിയുള്ളവരായിട്ട് വർദ്ധിച്ചു വരിക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനുശേഷമായിട്ട് ഉൽപ്പത്തി പുസ്തകം 1-ന്റെ 28-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ആദാമിനെയും ഹവ്വായെയും ദൈവം അനുഗ്രഹിച്ചു നമ്മൾ വായിക്കുന്നു. അതിനുശേഷമായിട്ട് ദൈവം അവരോട് പറയുന്നത് ബി ബ്ലസ്ഡ്, അതിനുശേഷമായിട്ട് പറയുന്നത് ഗാഡ് സെഡ് ബി ഫ്രൂട്ട്ഫുൾ ആൻഡ് ബി മൾട്ടിപ്ലൈഡ്. ഹല്ലേലൂയ. നിങ്ങൾ ഫലം കായ്ക്കുന്നവരായിട്ട് തീർന്ന് നിങ്ങൾ വർദ്ധിച്ചു വരിക. പ്രൈസ് ദി ലോർഡ്. ദൈവം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പകൽക്കാലം വേദപുസ്തകത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ചരട് പോലെ ആദ്യം മുതൽ അവസാനം വരെ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ദൈവ മക്കളായിരിക്കുന്ന നാം ഫലം കായ്ക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഉൽപ്പത്തി പുസ്തകം വീണ്ടും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, നോഹയുടെ കാലത്ത് അത് ഫലപ്രദമായൊരു അനുഭവമുണ്ടായി. അബ്രഹാമിൻ്റെ കാലത്ത് ഫലപ്രദമായ അനുഗ്രഹമുണ്ടായി. ഇസ്ഹാക്കിൻ്റെ സമയത്ത് വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, ഇസ്ഹാക്കിൻ്റെ കാലത്ത് വളരെ അധികമായ ഫാമിൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ഹാക്ക് വിതച്ച് 100 മടങ്ങ് കൊയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഫലപ്രദമായ ഒരു ജീവിതത്തെക്കുറിച്ച് ഇന്ന് ഒരു മുഖവരയായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കിടക്കാം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇന്ന് പകൽക്കാലം നമ്മൾ കേട്ട ഈ മഹാ കോൺഫറൻസിൻ്റെ കുറിവാക്യമായിരിക്കുന്ന വാക്യത്തിൽ സ്നാപക യോഹന്നാൻ നമ്മളോട് പറഞ്ഞ പോലെ തന്നെയാണ്, നിങ്ങൾ മാനസാന്തരത്തിന് തക്കതായ ഫലം കായ്ക്കുക. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഈ ലോകത്തിലെ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് അനേക കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒക്കെയും ഹാർവസ്റ്റിനെ കുറിച്ചും ഫലശേഖരത്തെക്കുറിച്ചും ഒക്കെയും നമുക്ക് കാണുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു വിതയ്ക്കുന്നവൻ്റെ ഉപമ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ കേട്ടു, അത്തിയെ ശപിച്ചതായിട്ട് നമ്മൾ കേട്ടു, ഫലം കായ്ക്കാത്ത അത്തി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ കാണിക്കുന്നത് ഹ്യൂമൻ ഹിസ്റ്ററിയുടെ ആദ്യകാലം മുതൽ അത് തീരുന്നിടം വരെയും പ്രൈസ് ദി ലോർഡ് ഇത് ഈ ഫലം കായ്ക്കുക എന്നുള്ള വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. പ്രൈസ് ദി ലോർഡ്.
അതോടുകൂടി തന്നെ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6-10 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ഇതേ കാര്യങ്ങൾ തന്നെ എടുത്ത് താനെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കൊലോസ്യർക്ക് എഴുതുമ്പോൾ താൻ പറയുന്നത് ഗാസ്പൽ ഈസ് ബെയറിംഗ് ഫ്രൂട്ട് ആൻഡ് ഗ്രോയിങ് ത്രൂ ഔട്ട് ദ ഹോൾ വേൾഡ്. കൊലോസ്യ സഭയിൽ മാത്രമല്ല ഈ സുവിശേഷം അവർ ഫലം കായ്ച്ചത് ലോകം മുഴുവനായിട്ട് വ്യാപിക്കുന്നുവെന്ന് അപ്പോസ്തലനെ പറയുവാനായിട്ട് സാധിക്കും. ഞാൻ ആ മുഖവരെ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, ദൈവത്തിൻ്റെ പൈതലേ, നമ്മൾ ഫലം കായ്ക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ കാര്യപരിപാടിയിലുള്ള ഏറ്റവും പ്രധാനമായ ഒരു വിഷയമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ വേറെ ഏതെല്ലാം രീതിയിൽ ജീവിച്ചാലും ഫലം കായ്ക്കുന്നില്ല എങ്കിൽ ഇന്ന് നമ്മൾ കേട്ടതുപോലെ അതൊരു വിലാപ ഗാനമായിട്ട് തീരും. പ്രൈസ് ദി ലോർഡ്. ഗാഡ് വാണ്ട്സ് us to flourish and impact. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആത്മീയമായിട്ട് വളരുക മാത്രമല്ല, അനേകരെ വളർത്തി അനേകരെ കർത്താവിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഇമ്പാക്റ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം കർത്താവേ, ആ ഒരു രീതിയിൽ എന്നിൽ കൂടി നിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമേ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കും? കൈ ഉയർത്തി കർത്താവിനെ ഇന്ന് സ്തുതിച്ചാട്ട് ഇന്ന് പകൽക്കാലം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ഗാഡ്. ആ മുഖവരയോടെ അടുത്ത സ്ലൈഡ് ഞാൻ ഒരു മുഖവരയായിട്ട് പറഞ്ഞു തീർത്തുകൊണ്ട് 2 കാര്യങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. സോ മൂവിങ് ടുവേർഡ് സ്പിരിച്വൽ മെച്യൂരിറ്റി, എങ്ങനെ നമുക്ക് വളരാൻ സാധിക്കും? അതിനവസാനമായിട്ട് യോസേപ്പിൻ്റെ ജീവിതത്തിൽ കൂടി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ നമുക്ക് വിജയാളിയായിട്ട് ഫലം കായ്ച്ച് ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാവുന്നവരായിട്ട് ജീവിക്കാമെന്നുള്ള ആ കാര്യം നമുക്ക് മനസ്സിലാക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സോ അതിനു മുമ്പായിട്ട് എന്താണ് ഫലപ്രദം എന്നുള്ള വാക്കിനെക്കുറിച്ച് ഒരു വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വാട്ട് റിയലി ഈസ് ഫ്രൂട്ട്ഫുൾനെസ്? Fruitfulness is a state of being extremely productive or prolific. വളരെയധികം ഫലം കായ്ക്കുന്ന ഒരനുഭവമാണ് ഫ്രൂട്ട്ഫുൾനെസ് എന്നതിൽ നാം മനസ്സിലാക്കുന്നത്. Or it could be moving towards spiritual maturity. ഒരു ശൈശവ പ്രായത്തിൽ നിന്ന് പാലിൻ്റെ അനുഭവത്തിൽ നിന്ന് മാറിയിട്ട് നല്ല ആഹാരം, മാംസമായ ആഹാരങ്ങൾ കഴിച്ച് ഒരു കുഞ്ഞ് വളരുന്നത് പോലെ നമ്മൾ ജനിച്ച് ആ സമയം മുതൽ ഏത് രീതിയിലാണ്, ഏത് ലെവലിലാണ് ഇന്ന് നമ്മളായിരിക്കുന്നത് നമുക്ക് ചിന്തിക്കാം. ബിക്കമിങ് മോർ ലൈക്ക് ജീസസ്. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക. യേശു ക്രിസ്തുവിന് കൊടുത്ത അതേ ആത്മാവിനെ നമ്മളിൽ തന്ന് പിതാവായ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല, യേശു ക്രിസ്തുവിനെ പോലെ നാമമായി തീരുക. പ്രൈസ് ദി ലോർഡ്. ബിക്കമിങ് മോർ ലൈക്ക് ജീസസ്. Can you all say that with me? Becoming more like Jesus. Okay, come on, let us try that. Can you say that with me? യേശു ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ ജീസസ് ഇൻ മീ ലൈഫ് സ്റ്റൈൽ. നമ്മുടെ ജീവിതം നോക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ജീവൻ പോലെ ആയിത്തീരുന്ന അനുഭവം. ക്രൈസ്റ്റ് ലൈക്ക്നെസ്, ക്രൈസ്റ്റ് ലൈക്ക് ക്യാരക്ടർ ആൻഡ് ക്രൈസ്റ്റ് ലൈക്ക് സൊല്യൂഷൻ ആക്ഷൻസ്. ഞാനൊരു സംഭവം നടന്നത് ഒരാൾ പറഞ്ഞിങ്ങനെ കേട്ടു. ഇത് ഒരു ലണ്ടൻ UK റെയിൽവേ സ്റ്റേഷൻ വെച്ച് നടന്നതാണ്. അവിടെ ഒരു ബാലകൻ, 5-8 വയസ്സുള്ള 8-9 വയസ്സുള്ള ബാലകനാണ്. തന്നെ പിതാവ് മരിച്ചുപോയി, മാതാവ് രോഗിയായിട്ട് കിടക്കയിലാണ്. എല്ലാ ദിവസവും ഒരു കൊട്ടയിൽ കുറച്ച് ആപ്പിൾ എടുത്തിട്ട് ഈ റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ആൾക്കാർക്ക് ഈ ആപ്പിൾ കൊടുത്ത് താനെ ഉണ്ടാക്കുന്ന സമ്പാദ്യം കൊണ്ട് ആ അമ്മയെ നോക്കി പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. ഒരു ദിവസം ഈ ആപ്പിള് താൻ കൊടുത്തതിന് ശേഷം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആരോ തട്ടി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ കൊട്ട വീണ് എല്ലാം ഇങ്ങനെ ചെതറിപ്പോയി. എല്ലാവരും ജീവിതത്തിൽ വളരെ ധൃതിയുള്ളവരാണല്ലോ, ഓരോരുത്തർ പെട്ടെന്ന് ഇങ്ങനെ നടന്നുപോയി. അതിനുശേഷമായിട്ട് ഈ കുട്ടി ഇങ്ങനെ ഇതൊന്ന് തിരിച്ചെടുക്കാൻ വേണ്ടി ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ അതുവഴി വന്നു. വളരെ പൊക്കമുള്ള ഒരു വ്യക്തി, തലമുടി നീണ്ട ഒരു വ്യക്തി, ദാടിയുള്ളൊരു വ്യക്തി. അദ്ദേഹം ഈ കുഞ്ഞിൻ്റെ ഇങ്ങനെ പാറ്റിയിട്ട് പറഞ്ഞു, മോനെ നീ പ്രയാസപ്പെടേണ്ട, ഞാനതെല്ലാം എടുത്തു തരാമെന്ന് പറഞ്ഞ് എല്ലാ ആപ്പിളുകളും എടുത്ത് കൊട്ടയിൽ വെച്ച് കൊടുത്തിട്ട് ഒരല്പം പൈസയും കൊടുത്തിട്ട് ആ കുഞ്ഞിനെ പറഞ്ഞു വിട്ടു. പ്രൈസ് ദി ലോർഡ്.
ദെൻ ഹി വാക്ക്ഡ് അവേ. ഒരു 10-12 അടി മുമ്പോട്ട് പോയി. ഒരു 10-12 അടി മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഈ പയ്യൻ, ഈ കുഞ്ഞെ, ആ മകനെ വിളിച്ചു, മിസ്റ്റർ, കുഡ് യു സ്റ്റോപ്പ് ഫോർ എ സെക്കൻഡ്, ഒരു നിമിഷത്തേക്ക് നിൽക്കാമോ? അവിടെ ചെന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ആർ യു ജീസസ് ക്രൈസ്റ്റ്? നീയാണോ യേശു ക്രിസ്തു? കാരണം അവൻ്റെ മാതാവ് അവനോട് പറഞ്ഞിരുന്നു, യേശു ക്രിസ്തു പാപങ്ങളെ സഹായിക്കുന്നവരാണ്, യേശു ക്രിസ്തു ദയയുള്ളവനാണ്, യേശു ക്രിസ്തു മറ്റുള്ളവരെ ആദരിക്കുന്നവനാണ് എന്ന് പറഞ്ഞ ഈ കുഞ്ഞിൻ്റെ മനസ്സിലുണ്ടായിരുന്ന രൂപമാണ് ഈ മനുഷ്യർ കൂടി കാണാൻ സാധിച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഇന്ന് പകൽക്കാലം നമ്മളിവിടെ പോകുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു വ്യത്യാസം ഉണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മളെ കാണുന്നവരെ യേശുവിനെ കാണുന്നവരായിട്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ കാര്യങ്ങൾ ഉയർത്തുമ്പോൾ കർത്താവിനെ സ്തുതിക്കാം. പ്രൈസ് ഗോഡ്. നമ്മളെ കാണുന്നവരെ യേശുവിനെ കാണും. നമ്മളാണ് യേശു ക്രിസ്തുവിൻ്റെ എപ്പിസ്റ്റൽ, ഹല്ലേലൂയ. നമ്മളാണ് അവൻ്റെ പത്രം, ഹല്ലേലൂയ. നമ്മളെ കാണുന്നവരെ യേശുവിനെ കാണുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനിയും ഞാൻ എൻ്റെ പ്രധാന ഭാഗത്തേക്ക് വരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹൗ ക്യാൻ യു ആൻഡ് ഐ ലീഡ് എ സക്സസ്ഫുൾ ഫ്രൂട്ട്ഫുൾ ക്രിസ്ത്യൻ ലൈഫ്? നമുക്ക് എങ്ങനെ ഒരു നല്ല ഒരു ക്രിസ്തീയ ജീവിതം, സമൃദ്ധിയായ ഒരു ക്രിസ്തീയ ജീവിതം, ഫലപ്രദമായ ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കും? പ്രൈസ് ദി ലോർഡ്. ഇത് 2 പാരബിൾസ് അല്ലെങ്കിൽ ഒരു പാരബിൾ പറഞ്ഞുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകാം. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 8 വരെയുള്ള ഭാഗങ്ങൾ. പാരബിൾ ഓഫ് ദ സോവർ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഈ ഉപമ അറിയാവുന്നതുകൊണ്ട് ഞാൻ അതെന്താണെന്ന് അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. എന്നാൽ ഇവിടെ ഒരു കൃഷിക്കാരൻ വിത്ത് വിതയ്ക്കാൻ പോയതായിട്ട് കർത്താവ് പറയുന്നു. ആ വിത്ത് വിതച്ചപ്പോൾ 4 സ്ഥലങ്ങളിൽ ആ വിത്ത് വീണു. വളരെ ഹാർഡായിട്ടുള്ള ഒരു സ്ഥലത്ത്, പിന്നെ പാറകളുള്ള ഒരു സ്ഥലത്ത്, മുള്ളുകളുള്ള ഒരു സ്ഥലത്ത്, അതിനുശേഷമായിട്ട് നല്ല സ്ഥലത്ത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ എന്നിട്ട് കർത്താവ് പറഞ്ഞു, ആ 3 സ്ഥലങ്ങളിൽ വീണെടുത്ത് അവിടെ ഒരു സ്ഥലങ്ങളിലും ഒരു ഫലവും ഉണ്ടായില്ല. എന്നാൽ നല്ല സ്ഥലത്ത് വീണത് 30, 60, 100 മേനിയായിട്ട് മാറി. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം ഞാൻ എന്നെ ഓർപ്പിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒരു മണ്ണ് അതിൻ്റെ സ്വഭാവം മാറ്റുവാൻ ആർക്കും സാധിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ നമ്മൾ പാഴായ മണ്ണുകൾ നമ്മൾ വളമൊക്കെ ഇട്ടാണ് അത് വൃത്തിയായി കൊണ്ടുവരുന്നത്. അതുപോലെ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ പാഴും ശൂന്യവുമായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അതിനെ മാറ്റി ഫലപ്രദമായ ഒരു മണ്ണാക്കി മാറ്റുവാൻ ഒരുവനെ സാധിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ പേര് യേശു ക്രിസ്തു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുമ്പോൾ നാം ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. ടേണിംഗ് ബാഡ് സോയിൽ ടു ഗുഡ് സോയിൽ, ഓൺലി ക്രൈസ്റ്റ് through the Holy Spirit work can accomplish it. പരിശുദ്ധാത്മാവിനാൽ ഉള്ള ഒരു പ്രവർത്തനം കൊണ്ടേ നമ്മുടെ ജീവിതം മാറത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ 4 ലെവൽ, ഏത് ലെവലിലാണ് ഞാനും നീയും ആയിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹാർഡായിട്ടുള്ള ഒരു ഹൃദയമാണോ, അതോ പാറകളുള്ള ഹൃദയമാണോ, അതോ പറക്കാറുകളുള്ള ഹൃദയമാണോ, അതോ നല്ല ഹൃദയമാണോ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് അതിനെ മാറ്റാൻ സാധിക്കുന്നത് ഒരുവന് മാത്രം, യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് നമ്മളിത് മാറുന്നത്? നമ്മൾ 2 പ്രഭാഷണങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ടു. അവസാനം കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, വളരെ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന 2 ഭക്തന്മാരെ കാണാമെന്ന് പറഞ്ഞു. അവരുടെ ജീവിതത്തിൽ കുറവുകളൊന്നുമില്ല എങ്കിലും എപ്പോഴും മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ കഴിയുന്ന 2 ദൈവഭക്തന്മാരെ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, that is the key. That is the key for changing the hard soil and the rocky soil and the thorny soil to a good soil. That is repentance. Hallelujah. അതുകൊണ്ടാണ് പുതിയ നിയമസഭകൾക്ക് 7 സഭകൾക്ക് എഴുതുമ്പോൾ അതിൻ്റെ 5 സഭകൾക്കും ദൈവത്തിൻ്റെ ആത്മാ പറയുന്നത് റിപ്പന്റ്, 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 റിപ്പന്റ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മളെ തന്നെ നമുക്കൊന്ന് നോക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഈ ഒരു ഇതിവിടെ പറയട്ടെ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. I am the true vine and my father is the keeper of the vineyard. ആ ഭാഗം നിങ്ങൾക്കറിയാം. ഞാൻ മുന്തിരി വള്ളിയും എൻ്റെ പിതാവ് മുന്തിരി തോട്ടക്കാരനുമാകുന്നു പറഞ്ഞ ആ ഭാഗം ഇവിടെ വായിക്കുമ്പോൾ
നമുക്ക് കാണാൻ സാധിക്കും. അവിടെയും ആദ്യമേ പറയുന്നത് രണ്ടാമത്തെ വാക്യം, ഹി കട്ട്സ് ഓഫ് എവറി ബ്രാഞ്ച് ഇൻ മീ ദാറ്റ് ബെയർസ് നോ ഫ്രൂട്ട് ആൻഡ് എവറി ബ്രാഞ്ച് ദാറ്റ് ഡസ് ബെയർ ഫ്രൂട്ട് ഹി പ്രൂൺസ് ഇറ്റ് ടു മേക്ക് ഇറ്റ് ഈവൻ മോർ ഫ്രൂട്ട്ഫുൾ. You are then verse 4, remain in me and I will remain in you, just as no branch can be bear fruit by itself unless it remains in the vine. Verse 5, I am the vine, you are the branches. The one who remains in me and I in him will bear much fruit. For apart from me you cannot do nothing. ഇവിടെ 4 ഭാഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഈ മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ. ഒന്നാമതായിട്ട് രണ്ടാമത്തെ വാക്യത്തിൽ, ഹി കട്ട്സ് ഓഫ് എവറി ബ്രാഞ്ച് ഇൻ മീ ദാറ്റ് ബെയർസ് നോ ഫ്രൂട്ട്. എവരിബഡി എല്ലാവരും ചിന്തിച്ചാട്ടെ, ഫലം കായ്ക്കാത്ത മുന്തിരിവള്ളി, അതിൻ്റെ അനുഭവം എന്താണ്? അതിനെ വെട്ടിമാറ്റുക. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തേത് എങ്ങനെയാണ് ഫലം കായ്ക്കുന്നത്? ആ ഫലം കായ്ക്കുന്നതിനെ അല്പം കൂടെ ഒന്ന് ചെത്തി വെടിപ്പാക്കി വീണ്ടും നല്ല ഫലം, മോർ ഫ്രൂട്ട്. അതിന് ശേഷമായിട്ട് കർത്താവ് പറഞ്ഞു 5-ാം വാക്യത്തിൽ, ഞാൻ നിന്നിൽ വസിക്കുകയും നീ എന്നിൽ വസിക്കുകയും ചെയ്താൽ you will bear much fruit. So let me say this, no fruit, bear fruit, more fruit, much fruit. Praise the Lord. Let me say that one more time. No fruit, bear fruit, more fruit, much fruit. Can you say that with me? Let's try that, right? No fruit. Okay, no fruit, bear fruit, more fruit, much fruit. ഇന്ന് പകൽക്കാലം നാം ഏത് അവസ്ഥയിൽ, this message is not a message of condemnation. This message is a message of invitation from the Lord this morning. From wherever you are, God wants you to move forward, hallelujah, to the next level, and until you reach the place where you bear much fruit, hallelujah. അധികം ഫലം കായ്ക്കുന്ന ഒരനുഭവത്തിലേക്ക് നമ്മൾ വ്യക്തിപരമായിട്ടും സഭാപരമായിട്ടും മുമ്പോട്ട് വരുവാൻ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കാര്യങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ട് ഇന്ന് പകൽക്കാലം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഫലമില്ല എങ്കിൽ ഫലം കായ്ക്കുന്ന അനുഭവത്തിലേക്ക്, ഞാൻ ഫലം കായ്ക്കുന്നുണ്ടെങ്കിൽ അധികം ഫലം കായ്ക്കുന്ന അനുഭവത്തിലേക്ക്, അധികം ഫലം കായ്ക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം ഫലം കായ്ക്കുന്ന ഒരു അനുഭവത്തിലേക്ക് എന്നെ നടത്തണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും കാര്യങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. So Jesus said, if you abide in me and I abide in you, you will bear much fruit. How do you abide in him? You abide in him if you abide in his word. നീ എൻ്റെ വചനത്തിൽ വസിച്ചാൽ ഞാൻ നിന്നിൽ വസിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ എൻ്റെ സ്നേഹത്തിൽ വസിച്ചാൽ ഞാൻ നിന്നിലും വസിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനത്തിലെ നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ വചനം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നമ്മളുടെ ജീവിതത്തിൽ ഫലം കായ്ക്കുന്നില്ല എങ്കിൽ, ഫലം കായ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ ദൈവത്തിൻ്റെ വചനം രാത്രിയിലും പകലിലും നമ്മുടെ കിടക്കയിലും യാത്രയിലും എവിടെയായിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ചുകൊണ്ട് അവൻ്റെ വചനപ്രകാരം ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മശക്തി നമ്മുടെ മേൽ വ്യാപരിക്കും. പ്രൈസ് ദി ലോർഡ്. I remember a man by name Gaylord Kambrani. He was the general secretary of the Bible Society in Zimbabwe. Once ഒരു ദിവസം അദ്ദേഹം ഇതുപോലെയുള്ള ഒരു ന്യൂ ടെസ്റ്റ്മെൻ്റ് കൊണ്ട് മുമ്പോട്ട് പോയി ഒരു മനുഷ്യനോട് സമീപിച്ച് ഇത് നിങ്ങൾക്ക് തരാൻ പോവാണെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് വേദപുസ്തകം വേണ്ടെന്ന് പറഞ്ഞു. വളരെ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഈ വേദപുസ്തകം മേടിക്കാം, എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യും, ഞാനിത് ഓരോ പേജ് എടുത്ത് ചുരുട്ടി ഞാൻ ഒരു സിഗരറ്റാക്കി മാറ്റി വലിക്കാൻ പോകുമെന്ന് പറഞ്ഞു. ഏതായാലും ഈ പ്രിയപ്പെട്ടവൻ പറഞ്ഞു, നീ ഇത് കൊണ്ടുപോകും, എന്നാൽ ഒരു കാര്യം ചെയ്യണം, ഞാനിത് തരാം, എന്നാൽ നീ ഇത് ചുരുട്ടി സിഗരറ്റാക്കുന്നതിന് മുമ്പ് നീ ഇതൊന്ന് വായിച്ചിട്ട് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യൻ ആ വേദപുസ്തകവുമായിട്ട് കടന്നുപോയി. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു സദസ്സിൽ ഒരു മനുഷ്യൻ വലിയൊരു കോൺഫറൻസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രസംഗിക്കുകയാണ്. ആ സദസ്സിൽ ഈ ഗെയ്ലോഡ് കംബ്രാണി ഇരിപ്പുണ്ട്. ഈ മനുഷ്യൻ ആ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, യു ഡോണ്ട് നോ ഹു ഐ ആം, ഓർ യു ഡോണ്ട് റിമെമ്പർ മീ പ്രോബബ്ലി. ഐ ആം ദ വൺ ഹു റിസീവ്ഡ് ദാറ്റ് ബൈബിൾ. അന്ന് ആ സിഗരറ്റ് ഉണ്ടാക്കി വലിക്കുമെന്ന് പറഞ്ഞ് ബൈബിൾ മേടിച്ചത് ഞാനാണ്.
ഇപ്പോൾ അവനൊരു മഹാ ദൈവദാസനായിട്ട് പ്രാസംഗികനായിട്ട് ലോകത്തിലെല്ലാം സുവിശേഷം അറിയിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, എന്താണ് എന്നെ മാറ്റിയെന്നറിയാമോ? ഞാൻ മാത്യു എന്ന് പറയുന്ന ഗോസ്പൽ വായിച്ചു, മാർക്ക് എന്ന് പറയുന്ന ഗോസ്പൽ വായിച്ചു, ലൂക്ക് എന്ന് പറയുന്ന ഗോസ്പൽ വായിച്ചു. എന്നാൽ യോഹന്നാന്റെ ആ സുവിശേഷം 3-ാം അധ്യായത്തിൽ 16-ാം വാക്യത്തിൽ വന്നപ്പോഴത്തേക്ക് ഹല്ലേലൂയ, God so loves the world that he gave his only begotten son, so whoever believes in him shall not die but receive everlasting life. Hallelujah. നമ്മളെ മാറ്റുവാൻ കഴിവുള്ള ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം നമ്മളുടെ മേൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ അവസ്ഥ ഏതായിരുന്നാലും ഇന്ന് പകൽക്കാലം നമ്മളെ മാറ്റുവാൻ ദൈവത്തിന്റെ വചനത്തിന് സാധിക്കും. കാര്യങ്ങൾ അടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യെരമ്യാ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, 7-ാം അധ്യായത്തിന്റെ 17-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ. Blessed is the man who trusts in the Lord and whose hope is in the Lord, for he shall be like a tree planted by the waters, which spreads out its roots by the river, and will not fear when heat comes, but its leaf will be green, and will not be anxious in the year of drought, nor will cease from yielding fruit. Praise God. രണ്ടാമത് ഫലം കായ്ക്കാനുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് വാക്കുകളെ അവസാനിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. എന്താണ്? നദിയുടെ അരികത്ത് നദിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ വൃക്ഷത്തിന് എന്തുണ്ട്? He shall be like a tree planted by the rivers, who spreads out roots by the river, and what happens? And will not fear when heat comes. ചൂട്, ഭയങ്കരമായി ചൂട് വരുമ്പോൾ ഈ മരത്തിന് ഭയമില്ല. കാരണം എന്താണെന്നറിയാമോ? ആ മരത്തിൻ്റെ വേരുകൾ ഈ നദിയിലേക്ക് അങ്ങനെ ഇരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ സന്തോഷിപ്പിച്ച വലിയൊരു വാക്യം ഇതാണ്, and will not be anxious in the year of drought. ജലമില്ലാതെ മഴയില്ലാതിരിക്കുന്ന ആ വർഷം ഈ മരത്തിന് പേടിയില്ല. കാരണം എന്താണെന്നറിയാമോ? അതിൻ്റെ വേര് ഈ ജീവജല നദിയായിരിക്കുന്ന പരിശുദ്ധാത്മ നദിയിൽ അങ്ങനെ നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കഷ്ടങ്ങളും ദുഃഖങ്ങളും വേദനകളും നിരാശകളും തീയതികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവ പൈതലേ, നിന്റെ വേറെ പരിശുദ്ധാത്മാവിലാണെങ്കിൽ പ്രൈസ് ദി ലോർഡ് അന്നും ഫലം കായ്ക്കുന്ന അനുഭവം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകട്ടെ. പ്രൈസ് ദി ലോർഡ്. 2 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കിവിടെ കാണാം, നിനക്ക് ഒരു കാലത്തും ഫലമില്ലാത്ത ഒരനുഭവം വരാതെ എന്നേക്കും നല്ല ഫലം കായ്ച്ച് സമൃദ്ധിയായിട്ട് ഫലം കായ്ക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ കാര്യം ചെയ്താൽ മതിയെന്ന് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. But also for this reason, giving all diligence, add to your faith virtue, virtue to knowledge, knowledge to self-control, to self-control perseverance, perseverance to godliness, godliness brotherly kindness, brotherly kindness to love. If these things are yours and abound, you will be neither barren nor unfruitful in the knowledge of our Lord Jesus Christ. Praise the Lord. A victorious faith, when you add these 7 graces, ഈ 7 കൃപകൾ ഇതിലേക്ക് കൂടി കഴിയുമ്പോൾ നമ്മൾ ഹല്ലേലൂയ ആ വിശ്വാസവുമായിട്ട് ബന്ധിച്ച് കഴിയുമ്പോൾ ഒരിക്കലും ഒരു ബാരൻനെസ്, ഫലം കായ്ക്കാത്ത അനുഭവം ഒരിക്കൽ പോലും ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവത്തിൻ്റെ പൈതലേ, ഈ ദൈവത്തിൻ്റെ വചനം നമ്മളെ രൂപാന്തരപ്പെടുത്തട്ടെ. പരിശുദ്ധാത്മ ശക്തി നമ്മളെ രൂപാന്തരപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. ഈ വിശ്വാസവും ഈ കൃപകളും നമ്മളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ ജീവിതം, ഒരു പുതിയ അധ്യായം, ഒരു ഫലപ്രദമായ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് മുമ്പോട്ട് പോകാം. പ്രൈസ് ദി ലോർഡ്. അതെന്താണ്? നമ്മളെ കർത്താവിനെ പോലുള്ള ക്യാരക്ടറും കർത്താവിനെ പോലുള്ള ആ പ്രവർത്തനങ്ങളും. പ്രൈസ് ദി ലോർഡ്. ജോസഫിൻ്റെ ആ ജീവിതത്തെക്കുറിച്ച് 1 സെക്കൻഡ് 1 മിനിറ്റ് കൊണ്ട് അത് പറഞ്ഞ് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ജോസഫ് വാസ് എ ഫ്രൂട്ട്ഫുൾ വൈൻ. ഹല്ലേലൂയ. അവൻ ഫലപ്രദമായ ഒരു വള്ളിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മളെക്കാളിലൊക്കെയും കഷ്ടത അനുഭവിച്ചാണ് ജോസഫ്. കാരാഗ്രഹത്തിൻ്റെ അനുഭവം,
പെർസിക്യൂഷൻ്റെ അനുഭവം, സഹോദരന്മാർ വിട്ട അനുഭവം എല്ലാമായിട്ടും 13 വർഷക്കാലം ഹല്ലേലൂയ ദൈവത്തിൻ്റെ പൈതലെ അവൻ ദൈവത്തോടുകൂടെ ഇരുന്നു. He abode in Christ and Christ abode in him. ദൈവം അവനിലും അവൻ ദൈവത്തിലും ആയിരുന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആ 13 വർഷത്തിന് ശേഷം 17 വർഷം മുതൽ 30 വയസ്സ് വരെ കഷ്ടത്തിലും മധ്യത്തിൽ കൂടി കടന്നുപോയെങ്കിലും 30ാമത്തെ വയസ്സ് ദൈവം അവനെ ഉയർത്തി. ഹല്ലേലൂയ. അവൻ ഫലം കായ്ച്ചു. അവൻ്റെ ജീവിതം മാത്രമല്ല, പിന്നെയോ അവൻ്റെ കുടുംബത്തിൻ്റെ ജീവിതം മുഴുവനായിട്ട് മാറി. ആ കഷ്ടത്തിൻ്റെ നടുവിൽ അവരെ നഷ്ടപ്പെട്ടു പോകാതെ അവൻ്റെ കുടുംബം രക്ഷിക്കപ്പെട്ടു. തന്നെയല്ല, ഈ ഭയങ്കരമായ ക്ഷാമകാലത്ത് ലോകം മുഴുവനും ക്ഷാമത്താൽ കഷ്ടപ്പെടുന്ന സമയത്ത് ഈജിപ്റ്റ് ഹല്ലേലൂയ മിസ്രൈമിന് ഒരു പ്രയാസവുമില്ലാതെ ധാന്യം ഉണ്ടായിരുന്നു. കാരണം എന്താണെന്നറിയാമോ? അവനിൽ ദൈവാത്മാവ് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. നമുക്ക് ഒരു ക്രിസ്തീയ ജീവിതം, ഒരു സമൃദ്ധിയായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. യോസേപ്പിനെ നോക്കുക. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മ ശക്തി നമ്മൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽക്കാലം എൻ്റെ പ്രാർത്ഥന, നാം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് bear much fruit and so my Father will be glorified. Hallelujah. എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നതിന് വേണ്ടി നിങ്ങൾ അധികം ഫലം കായ്ക്കുക. അങ്ങനെ ലോകം നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്നറിയും. ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, പരീശന്മാരും ശാസ്ത്രിമാരും യോഹന്നാനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചന നിരസിച്ചു കളഞ്ഞു. സാധാരണക്കാരായ ജനങ്ങൾ മാനസാന്തരപ്പെട്ടു. അവർ ചോദിച്ചു, എന്ത് ചെയ്യണം? നിങ്ങൾക്കുള്ളത് മറ്റുള്ളവർ കൂടെ കൊടുക്കണം. രണ്ടാമത്തെ ഗ്രൂപ്പ് പണമിടപെടൽ ചെയ്യുന്ന ചുങ്കക്കാരാണ്, പക്ഷേ അവർ ഔട്ട്കാസ്റ്റാണ്. അവർ മാനസാന്തരപ്പെട്ടു. അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ അഡ്വാൻറ്റേജ് എടുക്കാതെ നിങ്ങളുടെ ജോലി ചെയ്യുക. മൂന്നാമത്തെ ഗ്രൂപ്പ് ദേവാലയം കാവൽ ചെയ്യുന്ന പട്ടാളക്കാരാണ്. അവർ വന്ന് ചോദിച്ചു, അവരും മാനസാന്തരപ്പെട്ടു. അതുകൊണ്ടാണല്ലോ ചോദിക്കുന്നത്, ഞങ്ങൾ എന്ത് ചെയ്യണം? അവരും പറഞ്ഞു, ഞങ്ങൾക്ക് മാനസാന്തരപ്പെട്ടു, ഇനി എന്തു ചെയ്യണം? നിങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്യരുത്, നിങ്ങളുടെ ജോലി കൃത്യമായി ചെയ്യണം. എന്നാൽ പരീശന്മാരും സദൂക്യരും വരുന്നത് കണ്ടാറെ എന്നാ മാത്യു പറഞ്ഞിരിക്കുന്നത്. സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ പോയി വായിക്കുക. സർപ്പസന്തതികളെ എന്ന് വിളിച്ചു ചോദിക്കുകയാണ്. അപ്പോൾ എവിടെയാണ് കുഴപ്പം? ഈ കാലഘട്ടത്തിൽ മനോഹരമായ ദേവാലയം, 2 മഹാപുരോഹിതന്മാർ, 24 കൂറ് വർക്ക് ചെയ്യുന്നു, 70 പേരുള്ള സന്നദ്ധി സംഘം, പരീശന്മാർ, ശാസ്ത്രിമാർ, സാദൂക്യർ എന്നിവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. യാഗത്തിന് വസ്തു അടുത്ത്, എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്ന നല്ല റിലീജിയസ് സിസ്റ്റം. അപ്പോഴാണ് ഒരുവൻ എന്ന് പറയുന്നത്, നിങ്ങൾ മാനസാന്തരപ്പെടണം. അവർക്കിത് യാതൊരു കാരണത്താലും എടുക്കേണ്ട ആവശ്യമില്ല. ആർക്ക്? മഹാപുരോഹിതനും സദൂക്യർക്കും പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും. അവർ ദൈവത്തിൻ്റെ ആലോചന മാനസാന്തരപ്പെടാതെ സ്നാനപ്പെടാതെ നിഷേധിച്ചു കളഞ്ഞു. അവരാണ് ജനങ്ങളെ ക്രൂശിക്കുവാൻ വേണ്ടി ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. ജനങ്ങൾ തലേ ആഴ്ചയിൽ ഹോസന്ന പാടിയവരാണ്. പക്ഷേ ഇവരാണ് പറയുന്നത്, ഇവനെ കൊല്ലണം, ബർബാസിനെ വിട്ട് യേശുവിനെ ക്രൂശിക്കണം. അപ്പോൾ കുഴപ്പം എവിടെയാ? തലയിലാണ് കുഴപ്പം, ലീഡർഷിപ്പിനാണ് കുഴപ്പം. സദൂക്യർക്കും പരീശന്മാർക്കുമാണ് കുഴപ്പം, ശാസ്ത്രിമാർക്കാണ് കുഴപ്പം. അവരാണ് ദൈവത്തിന്റെ മെസ്സേജ് ഏറ്റെടുക്കാത്തവർ. അവർക്കൊരു പല്ലവിയുണ്ട്, എന്താണെന്നറിയാമോ? അത് കേട്ടുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ പറയുന്നത്, ഞങ്ങൾക്ക് അബ്രഹാം പിതാവായിട്ടുണ്ട്. അവർക്ക് പാരമ്പര്യമാണ് കാര്യം. ഈ അസൂസ സ്ട്രീറ്റിൽ പരിശുദ്ധാത്മാവ് വന്നത് എല്ലാവരും പറയും. അതിനു മുൻപേ യോനഥാൻ എഡ്വേർഡിന്റെ ഉണർവ് പറയും, അല്ലെങ്കിൽ വെസ്ലിയുടെ ഉണർവ് പറയും, നമ്മുടെ പിതാക്കന്മാർക്കുണ്ടായ ഉണർവും പറയും. പക്ഷേ
പാസ്റ്റിൽ ഡൊല്ലി ചെയ്യുന്നവരാണ്. അബ്രഹാം എന്നൊരു പിതാവ് ഞങ്ങൾക്കുണ്ട്. ട്രഡീഷനാണ് കാര്യം. അവർക്ക് ഇന്നലകളിലെ കാര്യമേ പറവാനുള്ളൂ. ഇന്ന് അവരെങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളതാണ് യോഹന്നാൻ സ്നാപകൻ കാണുന്നത്. അവരോടാണ് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ എനിക്ക് ജനങ്ങളായിട്ട് കാണാൻ പറ്റുകയില്ല. ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വന്ന സർപ്പത്തിന്റെ തനി സന്തതികൾ. സ്ത്രീയുടെ സന്തതിയെ കുറിച്ച് വാഗ്ദാനം ചെയ്ത ഏദൻ തോട്ടത്തിലാ. അപ്പോൾ ഇവരെ എന്തായിട്ട് പറയുന്നു? സർപ്പസന്തതികൾ. അവരോടാണ് മാനസാന്തരപ്പെടാൻ പറയുന്നത്. മറ്റുള്ളവർ ഓൾറെഡി, നിങ്ങൾ മത്തായിയുടെ സുവിശേഷവും മർക്കോസിന്റെ സുവിശേഷവും വായിച്ചു നോക്ക്. യഹൂദിയയിലുള്ളവർ, യെരുശലേമിലുള്ളവർ, യോർദാന്റെ ഇരുകരയിലുമുള്ളവർ വന്ന് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ടു. അപ്പോൾ സാധാരണക്കാരെ ഇപ്പോഴും അങ്ങനെയാ. സുവിശേഷം കേൾക്കുമ്പോൾ അവർക്ക് അനുതാപമുണ്ട്, കരച്ചിലുണ്ട്, പ്രാർത്ഥനയുണ്ട്. ലീഡർഷിപ്പ് എപ്പോഴും അന്നും ഇന്നും അവർക്ക് പറയാനുള്ളത് അബ്രഹാമുണ്ട്, ഞങ്ങൾക്ക് പാരമ്പര്യമുണ്ട്, ഞങ്ങൾ അസൂസാക്കാരാണ്, ഞങ്ങൾ ഇന്നലകളിൽ ശ്രേഷ്ഠന്മാരായിരുന്നു. പക്ഷെ ഇന്ന് എങ്ങനെയായിരിക്കുന്നു എന്നുള്ളതാ പ്രോബ്ലം. ഇതിനെന്ത് ചെയ്യണം? എന്താണ് മാനസാന്തരം? ഒരു കോക്കൂൺ, നമുക്കറിയാമല്ലോ, ഒരു പുഴു അതിൻ്റെ കൂടിൽ ഇരിക്കുമ്പോൾ അതിനൊരു ഭംഗിയുമില്ല. അതൊരു രൂപാന്തരം പ്രാപിക്കുന്നതാണ് ചിത്രശലഭം. അതാണ് മാനസാന്തരത്തിന് യഥാർത്ഥ നല്ലുദാഹരണം. പുഴുവായിരിക്കുന്ന, ഭംഗിയില്ലാത്ത, ഗുണമില്ലാത്ത ആ പുഴു എങ്ങനെയാകണം? മനോഹരമായി ചിത്രശലഭമാകണം. അതിനെ മനസ്സിനാണ് രൂപാന്തരപ്പെടേണ്ടത്. റോമാലേഖനം 12:1. ശരീരത്തെ യാഗമായി അർപ്പിക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ചെയ്താലേ സാധ്യം നേടാകുകയുള്ളൂ. അപ്പോൾ നമ്മളാണ് രൂപാന്തരം വരുത്തേണ്ടത്, ദൈവമല്ല. നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ എന്നെ അങ്ങ് രൂപാന്തരപ്പെടുത്തണേന്ന്. പക്ഷേ ശരീരത്തെ യാഗം കഴിച്ച് മനസ്സിനെ രൂപാന്തരപ്പെടുത്താൻ ദൈവദാസൻ തൻ്റെ ജനങ്ങളോടാണ് പറഞ്ഞിരിക്കുന്നത്, റോമിലുള്ള ഭക്തന്മാരോട്. കാരണം എന്താണെന്നറിയാമോ? കൊരിന്ത്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ പറയുന്നു, നാം ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ. രൂപാന്തരപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ക്രിസ്തുവിന്റെ മനസ്സില്ല. ക്രിസ്തുവിന്റെ മനസ്സില്ലെങ്കിൽ ക്രിസ്തുവിനോട് അനുദിനം നമ്മൾക്ക് തേജസ്സോടെ അനുരൂപപ്പെടുവാൻ കഴിയുകയില്ല. നാം ക്രിസ്തുവിൽ വസിക്കുന്നു എന്ന് പറയാൻ കഴിയുകയില്ല. അപ്പോൾ പിന്നെ എങ്ങനെ ഫലം കായ്ക്കും? എന്താണ് ഫലം? ഫിലിപ്പ്യരോട് താൻ പറയുന്നു, അത് നീതിയുടെ ഫലമാണ്. എഫെസ്യ ലേഖനത്തിൽ പറഞ്ഞു അത് വെളിച്ചത്തിന്റെ ഫലമാണ്. അവിടെയൊക്കെ വളരെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞു അത് ആത്മാവിന്റെ ഫലമാണ്. നീതിയുടെ ഫലം എന്ന് പറഞ്ഞാൽ നല്ല പ്രവൃത്തി. വെളിച്ചത്തിന്റെ ഫലം എന്ന് പറഞ്ഞാൽ നീതി, സത്യം. അങ്ങനെയുള്ള ഈ എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്ന പിശാചിനോട് എതിർക്കുന്ന ക്വാളിറ്റീസ്. അപ്പോൾ അവിടെയാണ് ആത്മാവിന്റെ ഫലം കായ്ക്കുന്നത്. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, മാനസാന്തരം എന്നുള്ളത് നമ്മൾ കേട്ട് കഴിഞ്ഞു. അത് എങ്ങനെ കാണണം? അതൊരു ചിത്രശലഭം പോലെ ആയിരിക്കണം പുഴു. അപ്പോഴാണ് അതിൻ്റെതായ പ്രസക്തമായ അർത്ഥം വ്യാപരിക്കുന്നത്. ഇതിന് എന്താണ് ഒറ്റ ദർശനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്? ഒരു ന്യൂ നേച്ചർ. പഴയത് കഴിഞ്ഞുപോയി, അങ്ങനെ ബൈബിൾ പറയുന്നത്. ഇത് പാച്ച് വർക്കല്ല, പുതിയ സൃഷ്ടിയാണ്. ഇത് ഒരു ന്യൂ റിലേഷൻഷിപ്പ്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വന്നപ്പോൾ പിശാചിന്റെ മക്കളായിരുന്ന, അടിമകളായിരുന്ന നാമേ ക്രിസ്തുവിൽ അവനോടൊപ്പം കൂട്ടവകാശികളായി ചേരുകയാണ്. പുതിയൊരു റിലേഷൻഷിപ്പ്, അവന്റെ മക്കളാണ് നാം. മൂന്നാമത്, ഒരു പുതിയ വേ. സ്നാനപ്പെടുത്തുന്നിടത്ത് റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നത് പുതിയ ജീവിതത്തിൽ നടക്കേണ്ടതിന് എന്നാണ്, ഒരു പുതിയ വേ. അത് കഴിഞ്ഞ് പറയുന്നത് ഒരു പുതിയ ഇൻസൈറ്റ്. എനിക്ക് ഭൂമിയിലുള്ളതല്ല,
സ്വർഗത്തിലുള്ളത് ചിന്തിപ്പാൻ എൻ്റെ മനസ്സിന്, എൻ്റെ ഹൃദയത്തിന് ആ വ്യതിയാനം വരണം. അതെങ്ങനെ സാധിക്കും? എബ്രായ ലേഖനം 8-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, ഞാൻ അവരുടെ ഹൃദയത്തിൽ, അവരുടെ മനസ്സിൽ ഇതെഴുതി വെക്കും. എങ്ങനെയാ സാധിക്കുന്നത്? രൂപാന്തരപ്പെടാത്ത മനസ്സിൽ, രൂപാന്തരപ്പെടാത്ത ഹൃദയത്തിൽ. പ്രിയമുള്ളവരെ, അത് പലയിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമത്തിന്റെ ഉദ്ധരണിയാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ അത് നമ്മൾ ഇൻഡോളി ചെയ്യുമ്പോൾ അവിടെയാണ് മനസ്സിനും ഹൃദയത്തിനും രൂപാന്തരം വരുന്നത്. ആ രൂപാന്തരം ഇല്ലാത്തിടത്തോളം കാലം എത്ര ആര് പ്രസംഗിച്ചാലും ഫലം കായ്ക്കയില്ല. അത് കാട്ടുഫലമായിരിക്കും. എന്തെല്ലാം അനുഗ്രഹം തന്നാലും അവിടെ ഉണ്ടാകുന്നത് കാട്ടുഫലമായിരിക്കും. ഇനി ഞാൻ എന്തു ചെയ്യേണ്ടു എന്നാണ് പ്രേമഗീതത്തിൽ ചോദിക്കുന്നത്. ഒന്നും ചെയ്യാനില്ലത്രേ. അത്രയും ചെയ്തിട്ട് ഫലമില്ലാഴിയല്ല, കാട്ടുഫലമായി തീരുകയാണ്. എന്തേ? നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ നോക്കിയാൽ മതി, വേറെ ആരെയും നോക്കണ്ട. യേശു പറഞ്ഞു, ഗുരുവും കർത്താവുമായ ഞാൻ ഇങ്ങനെയാണ്, ശുശ്രൂഷയാണ് എൻ്റെ ജോലി, ജാതികളാണ് ഭരിക്കുന്നത്. നിങ്ങളുടെ ജോലി ഭരണമല്ല, നിങ്ങളുടെ ജോലി എന്താണ്? ശുശ്രൂഷയാണ്. ഞാൻ പോയതുപോലെ നിങ്ങൾ പോകണം. പത്രോസ് പറഞ്ഞു, അവനൊരു മാതൃക വെച്ചിട്ട് പോയി, അത് പിന്തുടരണം. അപ്പോൾ നമുക്കൊരു പുതിയ റൈച്ചസ്നെസ് കിട്ടും. എന്താ? ക്രിസ്തുവിൻ്റെ റൈച്ചസ്നെസ്. അതിന് ദൈവം നമ്മളോട് അങ്ങ് ആക്കുകയല്ല. അവിടെ പറഞ്ഞിരിക്കുകയാണ്, നാം മാസ്റ്റർ പീസാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, നാം അവന്റെ സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ളൊരു വ്യക്തികളാകുവാൻ നമ്മെ മാസ്റ്റർ പീസാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു കുറവുമില്ല, എല്ലാം ആക്കി തന്നിരിക്കുകയാണ്. എന്താണ് നമുക്ക് ചെയ്യാൻ കുഴപ്പം? നമ്മുടെ കുഴപ്പം, നമ്മുടെ ശരീരം യാഗമായി തീരുന്നില്ല, നമ്മുടെ മനസ്സ് രൂപാന്തരപ്പെടുന്നില്ല. നമ്മുടെ മനസ്സ് രൂപാന്തരപ്പെട്ടാൽ നാം സ്വർഗത്തിലെ നിത്യതയ്ക്ക് വേണ്ടിയുള്ളത് ചിന്തിക്കും. നാം ഇവിടെ വൈക്കോലും പുല്ലും മരം കൊണ്ട് പണിയുകയില്ല. നാം പണിയുന്നത് എന്തായിരിക്കും? പൊന്ന്, വെള്ളി, വിലയേറിയ വസ്തുക്കളെ കൊണ്ടായിരിക്കും പണിയുന്നത്. അല്ല എങ്കിൽ നഷ്ടം വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രക്ഷപ്പെട്ടാൽ തീ കൂടുന്ന പോലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുവാൻ പോകുകയാണ്. പാപങ്ങൾ ഇന്നും കരഞ്ഞു പ്രാർത്ഥിക്കും. പണമിടപാടുകാർക്ക് മാനസാന്തരം വന്നു, പട്ടാളക്കാർക്ക് മാനസാന്തരം വന്നു. മാനസാന്തരപ്പെടാത്ത എല്ലാം നന്നായി നടക്കുന്നു എന്ന് അഭിമാനിക്കുന്ന കപടഭക്തരായ പരീശന്മാരും കപടഭക്തരായ ശാസ്ത്രിമാരും കപടഭക്തരായ സദൂക്യരും, അവർക്ക് മാനസാന്തരപ്പെടാൻ കഴിയുകയില്ല. അവർക്ക് 3 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഞങ്ങൾക്ക് പിതാക്കന്മാരുണ്ട്, ഞങ്ങൾക്ക് ന്യായപ്രമാണമുണ്ട്, ഞങ്ങൾക്ക് മനോഹരമായ ഒരു ദേവാലയമുണ്ട്. ഇന്നലകളിൽ ഡൊലി ചെയ്യുന്ന ആ പരീശന്മാരെ നോക്കി, ആ കപടഭക്തന്മാരെ നോക്കി മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം എടുത്ത് വായിച്ചു നോക്കൂ. അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം. അതാണ് നമ്മുടെ കർത്താവ് പറഞ്ഞ അവസാനത്തെ മെസ്സേജിൽ ഒരെണ്ണം. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, മാനസാന്തരത്തിന് തക്ക ഫലം അത് നമ്മളിൽ കാണണം. അത് നമ്മുടെ ജീവിതമായിരിക്കണം, അത് നീതിയുടെ ഫലമായിരിക്കണം, അത് വെളിച്ചത്തിൻ്റെ ഫലമായിരിക്കണം, അത് പരിശുദ്ധാത്മാവിൻ്റെ ഫലമായിരിക്കണം. അവിടെ ഫലമില്ലാത്തതിനെ കർത്താവ് ശപിച്ചു. കാട്ടുമുന്തിരിങ്ങ കായ്ച്ചതിനെ കർത്താവ് ഒന്നും ചെയ്തില്ല, വേലിയെടുത്ത് കളഞ്ഞതേ ഉള്ളൂ. പെന്തക്കോസ്തിൽ വളരെ ഭക്തന്മാരായ ദൈവദാസന്മാരുടെ കഠിന പ്രയത്നം കൊണ്ടും കഷ്ടപ്പാടുകൊണ്ടും വളർത്തിയെടുത്ത ഈ പ്രസ്ഥാനം കാട്ടുമൃഗങ്ങൾ ചവിട്ടുവാൻ വേലിയില്ലാത്ത അവസ്ഥ. ദൈവം വേറെ ഒന്നും ചെയ്തില്ല, വേലിയെടുത്ത് കളഞ്ഞു. അത് കാണുന്നവർക്ക് കൂത്തുകാഴ്ചയായി മാറുന്നു. നമ്മൾ മുകളിൽ തൊട്ട് താഴോട്ട് നോക്കൂ. എവിടെയാണ് മാനസാന്തരം വരേണ്ടത്? എവിടെയാണ് രൂപാന്തരം വരേണ്ടത്? അതിനായിട്ടാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ ജീവിതം ഫലമുള്ളതായി തീരട്ടെ. അത് കുറഞ്ഞ ഫലമല്ല, വളരെ ഫലം കായ്ക്കുന്നത് കൊണ്ട് കർത്താവും പിതാവും മഹത്വപ്പെടുന്നു.
ഇന്ന് പകൽക്കാലം ഒരു ഫലവുമില്ലെങ്കിൽ കർത്താവെ ദുഃഖിക്കുന്നു. കാട്ടുഫലം ഉണ്ടെങ്കിൽ വേലിയെടുത്ത് കളയുന്നു. ഫലമുണ്ടെങ്കിൽ അവൻ മഹത്വമെടുക്കുന്നു. വളരെ ഫലം കഴിക്കുവാൻ ദൈവം തമ്പുരാൻ നമ്മുടെ മനസ്സ് രൂപാന്തരപ്പെട്ട് ശരീരങ്ങളെ യാഗമാക്കി നമ്മൾക്ക് നമ്മളുടെ പാരമ്പര്യം കളഞ്ഞ് അന്യഭാഷ പറയുന്നു എന്ന് പറഞ്ഞ്, അതാണ് അസൂസയിലുള്ള വ്യത്യാസം. അത് വേണം. പക്ഷെ അത് മാത്രമല്ല പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിൽ നടക്കുമ്പോൾ ജഡത്തിന്റെ ഇഷ്ടം ചെയ്യുകയില്ല. ആ പരിശുദ്ധാത്മാവിൽ നടക്കുമ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടക്കും. അവിടെ ജീവനുണ്ട്, അവിടെ മരണമല്ല. നമ്മുടെ 4ാം തലമുറ നാം പ്രാർത്ഥിക്കും അവർക്ക് വേണ്ടി. പക്ഷേ നമ്മുടെ ജീവിതം കണ്ടാൽ ഒരൊറ്റ മനുഷ്യൻ എന്തോ പറയും, ഇവർ ദൈവത്തിന്റെ മക്കളെന്ന് പറയുമോ, ക്രിസ്ത്യാനികളെന്ന് പറയുമോ? പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾ തെറ്റിപ്പോകുന്നതിന്റെ കാരണം അവരല്ല, നാം ഓരോരുത്തരും കാട്ടിക്കൂട്ടുന്ന ഫലങ്ങളാണ്. അത് അവർക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ലീഡർഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്കൊരു മാനസാന്തരം ഉണ്ടാകാൻ പ്രാർത്ഥിക്കണം. യോഗ്യമായി ജീവിതം നടക്കാൻ പ്രാർത്ഥിക്കണം. നമുക്ക് ഫലമുണ്ടാകാൻ പ്രാർത്ഥിക്കണം. കാട്ടുമുന്തിരിങ്ങയല്ല, അത് ഫലഭയങ്കര കഴിക്കുവാൻ, നീതിയുടെ ഫലമുണ്ടാകുവാൻ, വെളിച്ചത്തിന്റെ ഫലമുണ്ടാകുവാൻ, ആത്മാവിന്റെ ഫലമുണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും കണ്ണുകൾ അടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് ചോദിക്കാം, ദൈവമേ, എൻ്റെ ശരീരത്തെ ഞാൻ ഇന്നുവരെ ഒരു യാഗമായി സമർപ്പിച്ചിട്ടുണ്ടോ? എൻ്റെ മനസ്സ് രൂപാന്തരപ്പെട്ടിട്ടുണ്ടോ? ക്രിസ്തുവിൻ്റെ മനസ്സാണോ എനിക്ക് ക്രിസ്തുവിനെ പോലെ ഇൻസൈറ്റ് ഉണ്ടാകുവാൻ, ക്രിസ്തുവിനെ പോലെ കാണുവാൻ? ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാണെന്ന് അപ്പോസ്തലൻ അവിടെ പറയുമ്പോൾ നമുക്ക് ക്രിസ്തുവിൻ്റെ മനസ്സില്ലെങ്കിൽ നാം ഒരു പരാജയമാണ്, നാം ഒരു തോൽവിയാണ്, നാം കർത്താവിന് അപമാനമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ദൈവസന്നിധാനത്തിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് ദൈവത്തോട് പറയാം, ഈ കോൺഫറൻസ് ഒരു ചടങ്ങായിരിക്കാതെ, ഇന്നലകളിലെ മഹിമ പറയാതെ, എന്തൊരു പുതുമ വരുവാൻ, എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ വസിക്കുവാൻ, എനിക്ക് ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടുണ്ടാകുവാൻ ദൈവമേ എന്നെ സഹായിക്കണമേ. എത്ര ലക്ഷം രൂപ മുടക്കിയാണ് നാം ഇവിടെ വരുന്നത്. അതിനൊരു പ്രയോജനമുണ്ടാകുവാൻ, നമ്മൾക്ക് അമേരിക്കയിലുള്ളവർക്കൊരു വ്യത്യാസം ഉണ്ടാകുവാൻ, നമ്മുടെ തലമുറ നശിച്ചു പോകാതിരിപ്പാൻ, നമുക്ക് മാനസാന്തരം വരാം, നമുക്ക് വ്യത്യാസം വരാം. അത് കണ്ടിട്ട് അവർ നമ്മളെ അനുഗമിക്കട്ടെ. നമ്മുടെ കപടം, നമ്മുടെ സൂത്രം, നമ്മുടെ അടവ്, നമ്മുടെ ഇന്നലത്തെ പാരമ്പര്യം അത് വിട്ടുകളഞ്ഞിട്ട് കർത്താവ് പറയും നമുക്ക് ശ്രദ്ധിക്കാം. പ്രൈസ് ദി ലോർഡ്.